ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പ്ലെയിൻ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് സീക്വൻസ് വേണം, അതുപോലെ തന്നെ കട്ട് ബീഡ്സ് വേണം, ഷുഗർ ബീഡ്സ് വേണം, അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ ഒരു ഹാഫ് ബീഡ്സ്. നമുക്ക് റൗണ്ട് ബീഡ്സ് എടുക്കുക അങ്ങനെ എടുക്കാം. എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഹാഫ് ബീഡ്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്കാൽപ്പിൻ്റെ ആ ഒരു ഡിസൈനില്ല, ആ ഒരു ഡിസൈനിലാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ഡിസൈൻ ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവരാണെങ്കിൽ നമുക്ക് സാധാരണ ഒരു വളയോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു പേപ്പറിൽ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരക്കുക. എന്നിട്ട് ആ വള ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പകുതി, അതിൻ്റെ വളയുടെ പകുതി എടുക്കുക. ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ വെച്ച് വരച്ച് പോയാൽ മതി. വളക്കോന് വേറെ എന്തെങ്കിലും റൗണ്ടുള്ള എന്തെങ്കിലും സാധനമായാലും പ്രശ്നമില്ല കേട്ടോ. അതുപോലെ ഇങ്ങനെ വരച്ചിട്ട് കത്തിരൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിത് ഈ സ്കാൽപ്പിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഈ ബ്ലൗസിൻ്റെ ബാക്ക് വശം ഒരു വി നെക്കാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഷോൾഡറിൻ്റെ അടുക്കുന്ന വരക്കാൻ പറ്റില്ല. കാരണം ആ വീൻ്റെ അടുക്കെത്തുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വി തുടങ്ങുന്നെടുക്കുന്ന തന്നെ വരക്കണം. ആ വി തുടങ്ങുന്നതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ വരച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും വരച്ചെടുക്കുക. സാധാരണ നമ്മൾ റൗണ്ട് നെക്കാണ് വരുന്നതെങ്കിൽ ഷോൾഡറിൻ്റെ അടുക്കുന്നത് വരച്ച് വന്നാൽ മതി. അതാകുമ്പോൾ പ്രശ്നമില്ല. ഇത് വി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സൈഡ് ഇങ്ങനെ ഒരു കൂർപ്പിച്ചണക്കല്ലേ, അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ വി നെക്കാണെങ്കിൽ ആ വീരെടുക്കുന്ന മുകളിലോട്ട് വേണം നമ്മൾ എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് രണ്ട് സൈഡിലും വരച്ചെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ആയതുകൊണ്ട് ഫ്രെയിമിലിട്ട് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ടൈം എടുക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും അത് നമുക്ക് ആരി വർക്കിൻ്റെ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ ഫ്രെയിമിൽ ഇട്ടിട്ട് മുട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ആ സ്കാൽപ്പ് ഡിസൈനിൽ അതൊന്ന് ചെയ്തെടുക്കാം. അത് നമുക്ക് ബാക്ക് സ്റ്റിച്ച് വേണമെങ്കിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുത്തിയെടുത്താലും മതി. അല്ലെങ്കിൽ 2 3 ഒന്നിച്ച് വെച്ചിട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ലോക്ക് ഇടണം, അങ്ങനെയാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ആ സ്കാൽപ്പിൻ്റെ അതേ ഡിസൈനിൽ തന്നെ ആദ്യം നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. നമുക്ക് നെക്കിൻ്റെ അടുത്ത് ചെയ്യാൻ പിന്നെ ഒരു എളുപ്പമായിരിക്കും, സ്ലീവിൻ്റെ അടുത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്ലീവ് എന്താ ചെയ്യേണ്ടത്, സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്ലീവിൻ്റെ അടുക്കുന്ന നമ്മൾ സ്റ്റിച്ച് പൊട്ടിക്കുക. താഴത്തേക്കൊന്നും പൊട്ടിക്കേണ്ട, സ്ലീവിൻ്റെ അടുക്കുന്ന കുറച്ച് നമുക്ക് സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെയാണ് ഞാൻ സ്ലീവിന് ചെയ്യുന്നത്. ഇപ്പോൾ സ്ലീവിൻ്റെ കാണിക്കുന്നില്ല, ഇതെല്ലാം ഒരേ ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ നെക്കിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നും ബാക്ക് സ്റ്റിച്ച് വീതം ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ആ ഒരു ഇത് വരുന്നില്ലേ, ഈ 2 സൈഡിൽ മാർക്ക് ഇടുക. പിന്നെ അതിൻ്റെ സെൻറ്റർ ജസ്റ്റ് നമുക്ക് അറിയുന്നുണ്ടാവും, അതൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്യുക. പിന്നെ സെൻറ്ററിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലും അപ്പർ രണ്ടിൻ്റെ ഇടയിലും ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ ഒരു സൈഡിൽ ഞാൻ ഹാഫ് ബീഡ്സ്, നമുക്ക് ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഹാഫ് ബീഡ്സ് എടുത്ത്. റൗണ്ട് ബീഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഹാഫ് ബീഡ്സ് ആകുമ്പോൾ എന്ന് വെച്ചാൽ 2 സ്റ്റിച്ച് കൊടുക്കണം, കാരണം അതിങ്ങനെ ഒലന്ന് പോവും, അങ്ങനത്തെ ഒരു തിരിഞ്ഞും മറിഞ്ഞും പോവില്ലേ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഹാഫ് ബീഡ്സ് ആണെങ്കിൽ ആദ്യം ഒന്ന് ഇതുപോലെ താഴത്തേക്ക് ഇറക്കിയിട്ട് പിന്നെ ആദ്യം മുകളിൽ കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലെ കൂടി ഒന്നും കൂടി ഇട്ടിട്ട് താഴത്തേക്ക് 2 കെട്ടിട്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് ടൈറ്റിൽ കിട്ടത്തുള്ളൂ. അത് ചെയ്തതിന് ശേഷം അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ സീക്വൻസ് ആണ് വെക്കുന്നത്. സീക്വൻസ് നമ്മൾ പല രീതിക്ക് വെക്കലുണ്ട്. അതായത് ഒരു മീത്ത വരുന്ന രീതിക്ക് വെക്കലുണ്ട്, വിട്ട് വരുന്ന രീതിക്ക് വെക്കലുണ്ട്, അങ്ങനെ പല രീതിക്ക് വരലുണ്ട്. ഞാനിവിടെ സീക്വൻസ് 2 കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു കെട്ടിട്ടാലും മതി, നമുക്ക് ഇതുപോലെ ഇങ്ങനെ സൂചിയിൽ സീക്വൻസ് കോർത്തിട്ട് നമുക്ക് താഴ്ത്തി ഇറക്കി കൊടുത്താലും മതി. അങ്ങനെ വരുന്ന സമയത്ത് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ട് മറിഞ്ഞും തിരിഞ്ഞുകൊണ്ടേ ഇരിക്കും. സീക്വൻസ് വേഗം ഇങ്ങനെ ഇതായിട്ട് വരും. അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും കൂടി ഒന്ന് എടുത്തിട്ട് ഉള്ളിലെ കൂടി താഴ്ത്തിട്ട് 2 സൈഡിൽ നമ്മൾ നൂലുകൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ഈ ഹാഫ് ബീഡ്സിൻ്റെ ചുറ്റും 6 സീക്വൻസ് വെച്ചിട്ടാണ് ഇങ്ങനെ ഫ്ലവർ സൈസ് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ റൗണ്ടിൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ 6 സീക്വൻസ് വെച്ചിട്ടാണ് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കുന്നത്. എൻ്റെത് വലിയ സൈസ് സീക്വൻസ് അല്ല, കുറച്ചൊരു മീഡിയം സൈസ് സീക്വൻസ്. പല ടൈപ്പിലുള്ളത് ഉണ്ടാവും. എനിക്കൊരു സാധാരണ അത്യാവശ്യം ഒരു മീഡിയം സൈസ് അത്രേ ഉള്ളൂ, വലിയതല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 6 വേണ്ടി വന്നത് ഫുള്ള് റൗണ്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വീഡിയോ ഫാസ്റ്റ് ആക്കുന്നില്ല, ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സ്ലോയിൽ കണ്ടാലേ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഫാസ്റ്റ് ആക്കുന്നില്ല, കുറച്ച് ലോങ് ഉണ്ടാവും വീഡിയോ, എന്നാലും നിങ്ങൾക്ക് സ്ലോയിലാകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് ഫാസ്റ്റ് ചെയ്യാണ്ട് ഞാൻ ഫുള്ള് അതുപോലെ ഞാൻ ചെയ്യുന്ന ആ ടൈം എത്ര ടൈം എനിക്ക് എടുത്തു അതുപോലെ തന്നെ സാവധാനത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അത് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ബോറടിക്കുന്നത് ലോങ് ആയിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നവർ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെ കണ്ടാലും പ്രശ്നം, മനസ്സിലാവുന്നവർക്ക്. മനസ്സിലാവാത്തവരാണെങ്കിൽ ഫുള്ളായിട്ട് കണ്ടാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
അത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഇതുപോലെ തന്നെ ഹാഫ് ബീഡ്സ് 2 കെട്ടിട്ടിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സൂചി മുകളിലോട്ട് എടുത്തിട്ട് അതിൽ ഷുഗർ ബീഡ്സ് 10 ഷുഗർ ബീഡ്സാണ് ഞാൻ എടുക്കുന്നത്. അതായത് നമ്മുടെ ആ ഹാഫ് ബീഡ്സ് ചുറ്റും വരുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഏത് ബീഡ്സാണ് നിങ്ങൾ എടുക്കുന്നത് ആ ബീഡ്സ് ചുറ്റും കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് എത്ര ഷുഗർ ബീഡ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും ഷുഗർ ബീഡ്സ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏകദേശം 10 ഷുഗർ ബീഡ്സ് ആകുമ്പോഴാണ് അത് ഫുള്ളാവുന്നത്. അതുകൊണ്ട് 10 ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എവിടെയാണോ സൂചി മുകളിലോട്ട് കുത്തിയിട്ട് എടുത്തത് അതിൻ്റെ അടുത്ത് തന്നെ താക്കണം. കുറച്ച് ഗ്യാപ്പ് വന്നാൽ ആ ഒരു ഇതിന് കുറച്ച് ഗ്യാപ്പ് വരും. സൂചി മുകളിലോട്ട് എടുത്തതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സൂചി താഴത്തേക്ക് ഇറക്കി കൊടുത്തിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കണം. ഇടയിൽ ഒരു 3-എണ്ണത്തിൻ്റെയോ 2-എണ്ണത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ സൂചി മുകളിലോട്ട് ഒരു സൈഡിൽ നിന്ന് എടുക്കുക, ഉള്ളിൽ നിന്ന് എടുക്കുക, എന്നിട്ട് പുറത്തേക്ക് ഇപ്പുറം സൈഡിലേക്ക് കുത്തിയിട്ട് നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഷുഗർ ബീഡ്സ് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി എളുപ്പം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ലോക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം അടുത്ത ചെയ്യേണ്ടത് നമ്മൾ സീക്വൻസ് വർക്കാണ്. സീക്വൻസ് വർക്ക് കഴിഞ്ഞ ശേഷം അടുത്ത ചെയ്യേണ്ടത് ഷുഗർ ബീഡ്സ്. അങ്ങനെ ഒന്ന് ഇടവിട്ടാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ പ്ലെയിനായിട്ട് ഒരു ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ വർക്കൊക്കെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെ തന്നെയാണ്. ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പെട്ടെന്ന് തന്ന ഓർഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട് വശത്തേക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഇത് ഒരുപാട് ടൈം എടുത്തു. അതായത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ആയതുകൊണ്ട് കുറച്ച് ഫ്രെയിമിലൊക്കെ ഇട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്തതാണ്. എന്നാലും അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.